കേരള സർവകലാശാലയിലെ പ്രിൻസിപ്പൽമാരുടെ നിയമനം വേഗത്തിലാക്കാൻ ധാരണ 2 മാസത്തിനുള്ളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കണമെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം. സർവകലാശാലയ്ക്ക് കീഴിൽ 40ഓളം കോളേജുകളിലാണ് സ്ഥിരം പ്രിൻസിപ്പൽമാരിൽ ഇല്ലാത്തത്. കേരള സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ് പ്രൈവറ്റ് കോളേജുകളിൽ 2 മാസത്തിനുള്ളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കാൻ നടപടികൾ ആരംഭിക്കണമെന്നാണ് സിൻഡിക്കേറ്റ് തീരുമാനം. ഇതിനായി നടപടി കൈക്കൊള്ളാൻ മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. മാനേജ്മെന്റിന് താൽപര്യമുള്ള താരതമ്യേന ജൂനിയറായ അധ്യാപകർക്കാണ് പ്രിൻസിപ്പൽമാരുടെ ചുമതല നൽകുന്നത്. ഇതിന് കടിഞ്ഞാണിടാനാണ് സിൻഡിക്കേറ്റ് തീരുമാനം. മാനേജ്മെന്റുകളുടെ പാർശ്വവർത്തി നിയമനം നിർത്തലാക്കി സ്ഥിരം നിയമനങ്ങൾ നടത്താനാണ് കേരള സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കഴിഞ്ഞ 5 വർഷമായി സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല. ഇപ്പോൾ തന്നെ 37 കോളേജുകളിൽ മാത്രമാണ് പ്രിൻസിപ്പൽമാർ താൽക്കാലികമായി ഉള്ളത്. മിക്ക സർക്കാർ കോളേജുകളിലും ഇൻചാർജ് പ്രിൻസിപ്പൽമാരാണ് കോളേജ് ഭരണം നടത്തുന്നത്. സർക്കാർ കോളേജുകളിലെ അധ്യാപക സംഘടനകളുടെ എതിർപ്പ് കൊണ്ടാണ് പ്രിൻസിപ്പൽ നിയമനം നടത്താത്തതെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ ന്യൂനപക്ഷ സമുദായ മാനേജ്മെന്റിന് താൽപര്യമുള്ള UGC യോഗ്യതയുള്ള അധ്യാപകരെ ലഭ്യമാകാത്തതാണ് നിയമനം വൈകാൻ കാരണം. ബഹുഭൂരിപക്ഷം സ്വാശ്രയ കോളേജുകളിലും നിയമിച്ചിട്ടുള്ള പ്രിൻസിപ്പൽമാർ UGC യോഗ്യത ഇല്ലാത്തവരാണെങ്കിലും സർവകലാശാലകൾ ഇതൊന്നും പരിശോധിക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ജനം, തിരുവനന്തപുരം.